ഇപ്പോൾ എല്ലായിടത്തും പൂരത്തിൻ്റെ ഒരു ഒരുക്കങ്ങളാണല്ലേ. നമ്മുടെ നാട്ടിലും അതേ പൂരമാണ്. അപ്പോൾ നമ്മളിന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെനക്കതൽക്കാവ് അമ്പലത്തിലാണ് പോയത്. മുന്നത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂരം ആവാനായി 11, 12 തീയതികളിലാണ് പൂരം. അപ്പോൾ നമ്മളങ്ങനെ അമ്പലത്തിൽ പോയി നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്ക്, ഉള്ളിൽ കയറാനൊക്കെ നല്ല തിരക്കാണ്. അത് തൊഴുത് പുറത്ത് വന്നപ്പോഴേക്കും ആകെ വൈബേ മാറി കണ്ടോ. നമ്മളിപ്പോൾ കയറുമ്പോഴുള്ളതല്ല, എന്താ ഭംഗിയിലേ കാണാൻ. ശരിക്കും പൂരപ്പറമ്പ് നല്ല പ്രത്യേക ഒരു ഫീൽ തന്നെയാണല്ലേ. അത് കണ്ടവർക്ക് നമുക്ക് എപ്പോഴും നമുക്കറിയാവുന്നൊരു കാര്യമാണ്. തിരക്കായാലും ബഹളത്തിൻ്റെ ഇടയിലായാലും ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. പ്രത്യേകിച്ച് രാത്രി കുട്ടികൾക്കായാലും വലിയവർക്കായാലും അത് എത്ര കണ്ടാലും മതി. രാത്രി ഒരു എന്താ പറയുക, ഒരു അനുഭവമാണല്ലേ അത്. അപ്പോൾ അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു. പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലെ മെയിൻ പണി ഈ ടാറ്റു അടിക്കലാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ടാറ്റു അടിക്കാൻ. പക്ഷേ ഞാൻ ചില കാരണങ്ങൾ കൊണ്ട് ടാറ്റു അടിച്ചിട്ടില്ല ഇപ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് പക്ഷേ മോൻ അടിച്ചു കേട്ടോ. അപ്പോൾ ഒരാഴ്ച നിൽക്കുന്നൊക്കെയാണ് പറയണത്, നോക്കാം. അങ്ങനെ പൂരപ്പറമ്പിൽ കുറച്ചൊക്കെ നടന്നു, കമ്മലുകളൊക്കെ നോക്കി. പക്ഷേ എനിക്ക് പ്രത്യേകിച്ചൊന്നും എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ടില്ലടാ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ പോലെ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല. പക്ഷേ വള വാങ്ങിയിട്ടോ, എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ. അപ്പോൾ വള വാങ്ങി. അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ പോണ വഴിക്കൊക്കെ പന്തലുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കണ്ടു. ഈ 3 സെറ്റാണ് വാങ്ങിയത് കേട്ടോ. ഒക്കെ അര ഡസൻ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിടാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി എൻ്റെ അടുത്ത് ബ്ലൂ ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സെറ്റ് വാങ്ങിയിട്ട് 3 കൂടി മിക്സ് ചെയ്തിടുമ്പോൾ അത്യാവശ്യം തിരക്കടുണ്ടാവില്ല എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിരിക്കാം.